NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും അറസ്റ്റ് വാറണ്ട്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വാറണ്ട് അയച്ചത്. കമ്പനി നിയമങ്ങൾ പാലിച്ചല്ല NSS പ്രവർത്തിക്കുന്നതെന്ന പരാതിയിലാണ് നടപടി. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഒരു ഗൗരവമായി കാണേണ്ട ഒരു അറസ്റ്റ് വാറണ്ട് ആണോ ഇത്? എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? എന്താണ് അതിന്റെ സാഹചര്യം? സൈഫുദ്ദീൻ വൈക്കം മുൻ താലൂക്ക് യൂണിയൻ NSS പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ വിനോദ് കുമാർ നൽകിയ ഹർജിയിലാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായും NSSന്റെ പ്രവർത്തനം കമ്പനി നിയമങ്ങൾക്ക് അനുസൃതമായ എല്ലാ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാണിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഹർജിയിലാണ് കോടതിയുടെ നടപടി. പ്രധാനമായും ഈ ഹർജിയിൽ 3 തവണയോളം കോടതി കേസ് പരിഗണിച്ചപ്പോഴും NSSന്റെ ഭാഗത്തു നിന്നും ആരും ഹാജരായിട്ടില്ല. ഇതേ തുടർന്നാണ് കോടതി ഈ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇവർക്ക് മുൻകൂർ ജാമ്യം എടുക്കുകയും ഒക്കെയുള്ള മറ്റ് നടപടികൾ ഉണ്ടാകാം. പക്ഷേ അതേസമയം ഗൗരവ തരത്തിലുള്ള ഒരു വിഷയമാണ് NSSന്റെ മുൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും അതോടൊപ്പം ഡയറക്ടർ ബോർഡ് അംഗവുമായ വിനോദ് ഉന്നയിച്ചിരിക്കുന്നത്. 2013 ഇത്തരത്തിലുള്ള കമ്പനി നിയമങ്ങൾക്ക് അനുസൃതമായ അല്ല NSSന്റെ പ്രവർത്തനം എന്നതാണ് അദ്ദേഹത്തിന്റെ ഹർജിയിലെ പ്രധാന ആരോപണം. അതേസമയം ഈ ആരോപണങ്ങൾ പൂർണ്ണമായും NSS നേതൃത്വം തള്ളിക്കളയുകയാണ്. NSS നേതൃത്വം പറയുന്നത് വിനോദ് കുമാർ അടക്കമുള്ള പല ആളുകളെയും മറ്റു പല സാമ്പത്തിക ആരോപണങ്ങളുടെ പേരിൽ NSS നേതൃത്വത്തിൽ നിന്നും അല്ലെങ്കിൽ NSSന്റെ ചുമതലകളിൽ നിന്നും പൂർണ്ണമായും നീക്കിയിട്ടുള്ളതാണ്. ഇദ്ദേഹം മാധ്യമ ശ്രദ്ധയ്ക്കും വേണ്ടി അതോടൊപ്പം തന്നെ NSSനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കേസുകൾ നൽകുന്നതെന്നാണ്. എന്തായാലും സ്വാഭാവികമായും നിയമ നടപടികൾക്ക് അനുസൃതമായുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നാണ് NSS നേതൃത്വം ഇപ്പോൾ ഈ അറസ്റ്റ് വാറണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത്. സൈഫുദ്ദീൻ.